ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, ഞാൻ റൂമിൽ മുട്ടിയിട്ടുണ്ട്. മാന്യതയുടെ മുഖം മൂടി അഴിച്ചു കളയും. ഇവരെന്തോ എനിക്ക് കലക്കി തന്നിട്ടുണ്ടെന്ന് ചെയ്തിട്ടുണ്ട്. റഹ്മാൻ ഒരുപാട് സ്നേഹം കൊടുത്തു ഇവരല്ല, ഞാൻ അങ്ങോട്ട് ഒരുപാട് സ്നേഹം കൊടുത്തു, ഇവരാരും എനിക്ക് തിരിച്ചറിയില്ല. ബാബുചേട്ടൻ നായകന്റെ പക്ഷത്താണെങ്കിൽ പ്രേക്ഷകന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് കയ്യിലിരിപ്പുണ്ട്. തഗോ തഗ്. ഇതൊരു രക്ഷയില്ലാത്ത രീതിക്ക് പിടിക്കണം. അയ്യോ, അത് പറയാതെ വയ്യ കേട്ടോ. അതായത് അത് പറയാതെ വയ്യ. ഞാൻ പെട്ടെന്ന് മടിയിൽ കയറിയിരിക്കും തല വെച്ചിട്ടൊക്കെ. അത് ഒരിക്കലും ഡയറക്ടറും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ. എനിക്കൊന്നും പറയാനില്ല. ആൾക്കാർ പക്ഷെ അതിനെ അവര് പൈസ ഉള്ളതുകൊണ്ട് അഭിനയിക്കണമെന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ അഭിനയത്തിൽ നമ്മുടെ ഈ സിനിമയിൽ നിന്ന് മാറ്റുന്നത് പഴയ കാലത്ത് ഒരു നായികയുടെ പേര് പറയാൻ ആരെ പറയാൻ പറ്റും? ഞങ്ങൾ ഈ 4 പൊട്ടന്മാരിനിടയിൽ വേറെ പൊട്ടത്തി. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്ക് സ്വാഗതം. നമ്മൾ കുറെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ സിനിമ ഷൂട്ടിംഗ് തൊട്ട് കാണുന്ന ആളുകളാണല്ലോ. പക്ഷെ സിനിമ റിലീസിന് ഒരുങ്ങാണ് റഹ്മാൻക്ക. വളരെ സന്തോഷത്തിന്റെ മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും, അതുപോലെ തന്നെ പ്രേക്ഷകരും ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. പറയൂ സിനിമയെ കുറിച്ച്. എന്താ പറയാ, സന്തോഷം, ഒരുപാട് സന്തോഷം, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതേപോലെ ചെറിയ പേടിയും ഉണ്ട്, ടെൻഷനുണ്ട്. എന്തിനാണ് പേടി? അല്ല, സിനിമ നന്നായി വന്നിട്ടുണ്ട്, അതിന്റെ ഒരു പേടി. ഇവന് അതിന്റെയാണ് പേടി. അതെ. അല്ല, എന്തൊക്കെ നന്നായത് പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പേടി എന്ന് പറഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ ഓഡിയൻസിന്റെ കൂടെ ഇരിക്കും വേണ്ടാവുന്ന ഒരു മാജിക് ഉണ്ട്. ആ മാജിക്കിന് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അതല്ല പേടി, അതിന്റെ ആണല്ലേ. ഞങ്ങൾ 3 പേര്, ഷിലുമാം, ഞാൻ, വിപിൻ. നിങ്ങൾ 2 പേരുടെ സിനിമകൾ കണ്ടു വളർന്നവരാണ് അല്ലേ ഷിലുമാം? നമ്മൾ ഇവരുടെ സിനിമ കണ്ടു വളർന്നതാണ്. ഷിലുമാമിന്റെ അടുത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് റഹ്മാനക്കാരുടെ ഒരു ചോദ്യം, ഒരു ആൻസർ. സിനിമയെ പറ്റിയിട്ടാണോ? സിനിമയല്ല, റഹ്മാനക്കാരുടെ ലൈഫിൽ ഒരു ചോദ്യം, ഒരു ആൻസർ. റഹ്മാൻക്ക് ഒറ്റ ആൻസർ പറയും. എന്ത് ചോദ്യം ചോദിക്കാം. എങ്ങനെയാണ് ഇങ്ങനെ എന്താ പറയുക, എല്ലാവരെയും ഇഷ്ടം എങ്ങനെയാണ് പിടിച്ചു പറ്റി ഇങ്ങനെ ഇരിക്കണേ? എങ്ങനെയാ അത് സാധിക്കണം? എപ്പോഴും കൂളായിട്ടിരുന്ന് ഇങ്ങനെ ഭയങ്കര ഇന്നസെൻസ് ആയിട്ട് ഇങ്ങനെ ചാമിങ് ഫേസോടുകൂടി തിളങ്ങി ഇങ്ങനെ എങ്ങനെ ഇരിക്കാൻ പറ്റും? ഇല്ല, സന്തോഷം ഉള്ള സമയത്ത് അങ്ങനെയാണല്ലോ, ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. സിനിമ നന്നായി വന്നതുകൊണ്ടുള്ള സന്തോഷം അതാണ് ഈ ചിരി കാണും, ഈ സ്മൈൽ. പിന്നെ എൻ്റെ നേച്ചർ തന്നെ, ഞാൻ ആരെയും വെറുപ്പിക്കാറോ അങ്ങനെയൊന്നുമില്ല. ഐ ലൈക്ക് ഫ്രണ്ട്സ്. സോ അങ്ങനെ പോകുന്നു. അല്ല, ഭയങ്കര കൂളായിട്ട് എപ്പോഴും ഇങ്ങനെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്. ബാക്കി എല്ലാവരും ചില സമയത്തെങ്കിലും ഒന്ന് ഇമോഷണലി ഒന്ന് ഒരു മൂഡ് സ്വിങ്സ് വരുമല്ലോ എല്ലാവരും. പക്ഷെ ഞാൻ ഇദ്ദേഹത്തെ ഈ അമ്പൂസത്തെ ഷൂട്ട് പിന്നെയിപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പ്രൊമോഷൻ ടൈമിലൊക്കെ കണ്ടപ്പോഴേ എപ്പോഴും ഇങ്ങനെ ചിരിച്ച ഫേസോടുകൂടി ഹാപ്പി ആയിട്ട് കൊച്ചുകുട്ടികളുടെ മുമ്പായിട്ട് ഇങ്ങനെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. എങ്ങനെയാണ് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? അതുണ്ട്. അല്ല ഹൈദർക്ക, നമ്മളെ എന്നെ സെന്തിലൊക്കെ നല്ല രീതിയിൽ വാരുന്ന ആള് ഈ ആളൊന്നുമല്ല. ഈ ഇരിക്കുന്ന മാന്യതയുടെ മുഖം മൂടി അഴിച്ചു കളയും, കൊന്ന് കൊല വിളിക്കുന്ന ആളാണ്. അല്ല, നമ്മൾ ഈ ലൊക്കേഷനിൽ നമ്മൾ റഹ്മാൻഖാനെ കുറിച്ചൊക്കെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, അദ്ദേഹം ലൊക്കേഷനിൽ എങ്ങനെയായിരിക്കും. പക്ഷെ അതൊക്കെ മാറിച്ചു ഉറപ്പാണ് റഹ്മാൻഖാൻ. നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്കുള്ള സ്നേഹം തരുമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് തീർന്നില്ല ഹൈദർക്ക. അപ്പൊ അതായത് ഇങ്ങനെ കളിയാക്കുന്ന ആള് എന്താണ് നന്മ എനിക്ക് മനസ്സിലായത് കൃത്യം ഞാൻ പറയാം. അതായത് ഞങ്ങൾ അങ്ങനെ കളിയാക്കുകയും ചെയ്യും. കളിയാക്കിയിട്ട് ഒരു സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ 2 സെക്കൻഡിനുള്ളിൽ പുള്ളി വന്നിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് പറയും, എടാ ഞാൻ തമാശ പറഞ്ഞാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് നിന്നോടൊക്കെ ഇഷ്ടം കൊണ്ട് പറഞ്ഞാണ് എന്നുള്ള ഒരു എപ്പോഴും കേട്ടോ അത് ഉള്ളതാ. അപ്പൊ എനിക്കത് ഇപ്പൊ പറഞ്ഞാൽ കറക്റ്റാ, ആരെയും വെറുപ്പിക്കാറില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്കയൊക്കെ കളിയാക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. ഭയങ്കര നിൽക്കുക. പക്ഷെ ഇത് നമ്മൾ ഞാൻ ഈ ലൊക്കേഷൻ ഉണ്ടായിരുന്നതാണ്. റഹ്മാൻഖാൻ എങ്ങനെയാണ് നമ്മളെല്ലാവരുമായിട്ട് ഒരേപോലെ ആവുകയാണ്, ഒട്ടും ജാടയില്ലാതെ മാറിയിരിക്കാതെ കൂടെ അങ്ങ് ഇരിക്കുമായിരുന്നു നമ്മള്. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ, അത് ആൻഡപ്പനാണ്. ഈ പടം കഴിഞ്ഞല്ലോ, ഇനി സ്വഭാവം മാറും. ഇത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇതിന്റെ കോമഡി എന്ന് പറഞ്ഞാൽ ആൻഡപ്പനായിട്ട് സത്യം പറഞ്ഞ ഇക്ക CBSE സ്കൂളാ, ഞാനും സെന്തിലൊക്കെ അറിയാലോ, ഗവൺമെന്റ് സ്കൂളും. ഈ ഗവൺമെന്റ് സ്കൂളിലേക്ക് ആദ്യ ദിവസങ്ങളിൽ CBSE സ്കൂളിൽ നിന്ന് മരിച്ചിടാൻ ഇത്തിരി പാടുപെട്ടു. പിന്നെ ഗവൺമെന്റ് സ്കൂൾ ആയതിനു ശേഷം ഭയങ്കര ഗവൺമെന്റ് സ്കൂൾ
ഗവൺമെന്റ് സ്കൂളിൽ കൂടിയിട്ട് കുറച്ചും കൂടി താഴെ പോയെന്നൊക്കെ സംശയമായിട്ടാ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ലാസ്റ്റ് ഞങ്ങള് പാക്കപ്പ് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോ ഇക്കനെ ഞാൻ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പൊ പെട്ടെന്ന് ഹലോ റോമൻ ഹിയർ, പറയൂ എന്താടാ, ഭയങ്കര സീരിയസ്. അപ്പൊ ഞാൻ പേടിച്ചു, ദൈവമേ. അപ്പൊ പുള്ളി ക്യാരക്ടറായി നിന്നാണ് ഞങ്ങളുടെ ആ സ്നേഹം. പക്ഷെ വെറുതെ കേട്ടോ, അപ്പൊ തന്നെ ഇക്ക അത് പൊട്ടിച്ചു. എടാ ഞാൻ വെറുതെ പറഞ്ഞോളാം, ഞാൻ എന്താണോ നിങ്ങളോട് കാണിച്ചത് ജെന്യൂൻ ആയിട്ടാണ്, അതെന്നും ഉണ്ടാവും കൂടെ എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും എന്നുള്ള സ്നേഹം നമ്മൾ ഈ 50 ദിവസം ഇപ്പൊ പ്രൊമോഷൻ വന്നപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കോഴിക്കോടുള്ള യാത്രയിലൊക്കെ ഒരു കൊച്ചുകുട്ടിയെ പോലെ എല്ലാം ഇപ്പൊ ഷിലുമ കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങോട്ട് സ്നേഹം തന്ന് സ്നേഹം വാങ്ങുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വിജയത്തിന്റെ ഭാവവും. അല്ല, അത് മാത്രമല്ല, എൻ്റെ അടുത്ത് പെരുമാറുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ ഇവരൊക്കെ അത്രയും സ്നേഹം എനിക്ക് തരുമ്പോൾ അതിലുണ്ടാകുന്ന കിട്ടുന്ന എനിക്കൊരു സന്തോഷമാണ്. അത്രേ ഉള്ളൂ. സോ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഞാൻ മാത്രം അങ്ങനെ നിന്നുകൊണ്ടല്ല കാര്യം. ഷീലുവും അതേപോലെ എൻ്റെ അടുത്ത് വളരെ എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും. ബാബു ഓഫ്കോഴ്സ് വർഷങ്ങളായിട്ട് നമ്മൾ ഫ്രണ്ട്സാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ആർക്കും വരാൻ പറ്റില്ല. ബാക്കി എല്ലാവരും സെന്തിലാവട്ടെ, ആൻസൺ ആവട്ടെ, ഇവരൊക്കെ ഞാൻ ആദ്യമായിട്ടും സെറ്റിൽ വെച്ച് കാണുകയാണെങ്കിലും പോലും ഇവർ തരുന്ന ആ സ്നേഹം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ വില നിർത്തുന്നത്. സോ അത് ഞാൻ തിരിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് തിരിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇല്ലാന്ന് ഞങ്ങൾ ആരും പറയാം, തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ബാബുച്ചേട്ടാ, നിങ്ങൾ നായകനും വില്ലനും വീണ്ടും ഒന്നിക്കുന്ന ആ ഒരു കോംബോ ഉണ്ടല്ലോ, പ്രഷർ വളരെ പ്രതീക്ഷയാണ്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട്, അതായത് റഹ്മാൻ ഒരുപാട് സ്നേഹം കൊടുത്തു ഇവരെല്ലാരും. ഞാൻ അങ്ങോട്ട് ഒരുപാട് സ്നേഹം കൊടുത്തു, ഇവരാരും എനിക്ക് ഒരിക്കലുമില്ല. ബാബുച്ചേട്ടന് അതായത് ഞാൻ ഓടിച്ചതിന്റെ എപ്പോഴും കെട്ടിപ്പിടിക്കുന്ന സൗഹൃദം തന്ന ആളാണ് ബാബുച്ചേട്ടൻ. എന്നെ കെട്ടിപ്പിടിക്കുമ്പോ മറ്റേ ആവശ്യപ്പുണ്ണികളുടെ കയ്യിൽ കൊച്ചു ഉണ്ണീശ്വരിക്കണമെന്നാണ് ഇരിക്കണേ. അല്ല, അത് ബാബുവിന്റെ കയ്യിൽ പോണ്ടോ പേടിച്ച് കേട്ടില്ലേ? ബാക്കി പറയും. എനിക്കൊന്നും പറയാനില്ല. തൃപ്തിയായി, അടിയന് തൃപ്തിയായി. അല്ലെ, ഞാൻ ഉദ്ദേശിച്ച എപ്പോഴാണ് കാലും കൈയൊക്കെ പൊങ്ങുന്നത് കിട്ടിക്കെങ്കിലും പോവല്ലോ, അതിന്റെ ഒരു ഭയമാണ് കേട്ടോ, വേറെ ഒന്നും കൊണ്ടില്ല. ഞാൻ പറഞ്ഞു വടി കൊടുത്ത് അടി മേടിക്കാന്ന് കേട്ടിട്ട്. ബാബുച്ചേട്ടൻ്റെ നമ്മളെ 90s കിഡ്സുകളുടെ ഒരു വേറൊരു വൈബുണ്ട്. അതായത് ഒരുപാട് ട്രോളിൽ വന്നാണെങ്കിലും ശരിക്കും അത് അനുഭവിച്ചറിയേണ്ടത് ബാഡ് ബോയ്സിൽ തന്നെയാണ്. കാരണം ബാബുച്ചേട്ടൻ നായകന്റെ പക്ഷത്താണെങ്കിൽ പ്രേക്ഷകന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ശരിയല്ലേ? ഇടക്കിടക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോ ഇന്റർവെല്ലിൽ ഒരു ജിപ്സിലൊക്കെ വന്നൊരു ഇറക്കമുണ്ട്. അതോടെ നമ്മള് ഹാപ്പിയാ അല്ലേ? അത് ഭയങ്കര ട്രോളായിട്ട് വന്ന സാധനം. ആ ഒരു സംഭവം നമുക്ക് ബാഡ് ബോയ്സിലും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ഇതില് വില്ലനാണോ കൂടെ ആണോ എന്നുള്ളത് സസ്പെൻസ് ആണ്. സിനിമ കൊണ്ട് തന്നെ പ്രഷർ തീരുമാനിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വില്ലനും നായകനും വീണ്ടും ഒന്നിക്കുകയാണ്. അത് ചിലമ്പിന് ശേഷം ഒന്നിക്കുന്ന അത് പ്രഷർ ഒത്തിരി കാത്തിരിക്കുകയാണ്. കുറെ നാളുകൾക്ക് ശേഷമായിരിക്കും റഹ്മാനൊക്കെ ആയിട്ട് വീണ്ടും ഒന്നിക്കുന്നത് മലയാള സിനിമയിലേക്ക്. ആ ഒരു സ്പിരിറ്റ് അത് ഇതിൽ ചിലമ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോൺസ്റ്റന്റ്ലി വി ആർ ഇൻ ടച്ച്. എപ്പോഴും ഒന്നെങ്കിൽ മെസ്സേജ് അയക്കും, വിളിക്കും. അങ്ങനെ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അധികം സംസാരിക്കും. സിനിമയെക്കുറിച്ചും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചില സിനിമാ വിശേഷങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ബ്ലാക്കിൽ അഭിനയിക്കും എന്നുള്ളൊരു സംഭവം വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബ്ലാക്കിൽ അങ്ങനെ 1-2 ചെറിയ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊന്നിയിൻ സെൽവൻ അല്ലേ, നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും കാലത്തിന് ശേഷം റഹ്മാന്റെ കൂടെ അഭിനയിക്കാൻ ചെയ്ത ഹിസ്റ്ററി ആലോചിക്കണം. ചിലമ്പ്, ബ്ലാക്ക്, പൊന്നിയിൻ സെൽവൻ എല്ലാം ബ്ലോക്ക് ബസ്റ്റർ ആണ്. അപ്പൊ ദൈവാനുഗ്രഹിക്കേണ്ട ഇതും ബ്ലോക്ക് ബസ്റ്റർ ആണ്. ഇതും അങ്ങനെ തന്നെ. അപ്പോൾ അത് ചിലമ്പ് തന്നെ വലിയൊരു ഇതായിരുന്നു, സർപ്രൈസ് ആയിരുന്നു. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അവസരം ചോദിച്ച് ഭരതേട്ടൻ്റെ ചെല്ലുമ്പോൾ ഇങ്ങനെ പറയുന്നത് ചിലമ്പ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുകയാണ്, റഹ്മാനാണ് ഹീറോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓ മൈ ഗുഡ്നസ്, ഞാൻ റഹ്മാൻ്റെ വലിയൊരു ഫാനായിരുന്നു. ഇപ്പോഴും അതെ, അന്ന് മാത്രമല്ല ഇപ്പോഴും അതെ. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്ത് വേഷമായിരിക്കും, ചെറിയ വല്ല വേഷമായിരിക്കും കിട്ടുന്ന അഭിനയിക്കല്ലേ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ വില്ലനാണ്, നീ കരാട്ടെ ചെയ്യുന്നു, റഹ്മാൻ കളർ ചെയ്യുന്നു, കഥയൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആണ്. അതുപോലെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ റഹ്മാൻ അന്നും ഇന്നും സൂപ്പർ സ്റ്റാറാണ്, വലിയ നിലയിലുള്ള ഒരു സ്റ്റാറാണ്. ശോഭനയാണെങ്കിലും സൂപ്പർ സ്റ്റാറാണ്. അപ്പം പക്ഷെ ഞാനൊരു വില്ലനാണെന്നോ ആദ്യത്തെ തുടക്കക്കാരനാണെന്നോ ഒരു ചെറിയ അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നും റഹ്മാനില്ലായിരുന്നു. എന്നോട് ഭയങ്കര സ്നേഹവും എപ്പോൾ വണ്ടിയിൽ പോയാലും എന്നെ കൂടെ കയറ്റിയെടുത്തു. അന്നൊക്കെ വലിയ സംഭവമാണ് ഇങ്ങനെ ഹീറോയുടെ വണ്ടി. അങ്ങനെ ആ ഒരു സ്നേഹം എന്നോട് അത് കയ്യിലിരിപ്പുണ്ട്. അതുപോലെ ഷൂട്ടിംഗ് കഴിച്ചുള്ള ചെന്നൈയിൽ വെച്ച് ഞാൻ പല പ്രാവശ്യം ഏത് സമയത്ത് എനിക്ക് റഹ്മാന്റെ റൂമിൽ പോകാം, മുട്ട, കുഴപ്പമൊന്നുമില്ല.
മുട്ട അത് അത് എടുത്തു പറഞ്ഞു. ഇങ്ങോട്ട് വന്നു മുട്ട കുഴപ്പമൊന്നുമില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, ഞാൻ റൂമിൽ മുട്ടിയിട്ടുണ്ട്, റഹ്മാന്റെ റൂമിൽ മുട്ടിയിട്ടുണ്ട്. നാളത്തെ ടൈറ്റിൽ റൂമിൽ മുട്ടിയിട്ടുണ്ട്. തുറന്നില്ല. ബാബു തന്നെ എല്ലാം തുറന്നടിക്കുന്നു. അല്ല, കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ റൂമിൽ മുട്ടിയിട്ടുണ്ട് തുറന്നു പറഞ്ഞു ബാബു ആരുടെ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനുകൾ ഇട്ട കറക്റ്റ് ടൈറ്റിലാണ്. ഭയങ്കര വൈറലാവും. ബാബുച്ചന്റെ അവിടുന്ന് ക്ലാസ് എടുത്തിട്ട് വന്ന പോലെ ഉണ്ട്. കാരണം കൃത്യമായിട്ട് വൈറലാവുന്ന ഐറ്റംസ് മാത്രമാണ് ഇപ്പൊ. കാരണം ഇപ്പൊ നമ്മുടെ പ്രൊമോഷൻ ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ പാട്ട് ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇതിലാണെങ്കിലും കഴിഞ്ഞ എപ്പിസോഡ് എല്ലാം തഗ് കറക്റ്റ് ആയിട്ട് അടിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഔട്ടായി. അതെ, ബാബുച്ചേട്ടനൊക്കെ തന്നെ പൊളിയാ. ഈ സിനിമയുടെ പ്രത്യേകതയാണ് നമ്മൾ റഹ്മാൻ ഖാൻ ഈ സിനിമയിലേക്ക് ഈ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ ഏത് രീതിക്കാണ് വർക്ക്ഔട്ട് ചെയ്തേക്കുന്നത്, ഏത് രീതിക്കാണ് അഭിനയിച്ചത് കണ്ടാലേ മനസ്സിലാവും. റഹ്മാൻ ഖാൻ കാണുമ്പോൾ നമ്മൾ വേറെ രീതിക്കാണ്. സിനിമ കണ്ടപ്പോൾ റഹ്മാൻ ഖാൻ എന്താണ് ചെയ്തു വെച്ചിട്ട് ഒരു ചോദ്യചിഹ്നം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. ഉറപ്പായിട്ടും അതെല്ലാം പ്രമോഷൻ എന്താണ് ചെയ്തിരിക്കുന്നോ അതായിരിക്കും എന്താണ് എല്ലാ പ്രൊമോഷനും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ വേറെ രീതിക്ക് മാറി എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അങ്ങനെ മാറാനും മാറ്റിയെടുക്കാനും ഈ ഗ്രൂപ്പിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഇത്. ഷിനിമൊക്കെ എനിക്ക് തോന്നുന്നു ഷിനിമ പേഴ്സണലായിട്ട് പറയുന്ന കാര്യങ്ങൾ റഹ്മാനക്കാരുടെ സിനിമകൾ കണ്ടു വളർന്നു എന്നാണ് പറയുന്നത്. എത്രയോ സിനിമകൾ അന്ന് കണ്ട റഹ്മാനക്കായും ഇന്ന് കാണുന്ന റഹ്മാനക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഷിനിമ? അല്ല, അന്ന് എനിക്ക് പേഴ്സണലി അറിയത്തില്ല, ഞാൻ സ്ക്രീനിൽ കൂടെയാണല്ലോ കാണുന്നത്. അപ്പൊ എനിക്കൊരു ചിന്ന പയ്യൻ ഡാൻസ് കളിക്കണു, റൊമാൻറ്റിക് ആയിട്ട് അഭിനയിക്കണു. അപ്പൊ ഞാനന്ന് കുഞ്ഞാണല്ലോ, ഞാനും എന്താ പറയാ ഭയങ്കര അന്നേരം തോന്നുന്നത് എനിക്ക് അന്നേരം ഉള്ള ഒരു ഇതിലെന്താ തോന്നാത്ത കുഞ്ഞായിരുന്നു ഞാൻ. അപ്പൊ ഇല്ല, അതിനുള്ള പ്രായമായി. മനക്ക് 16 വയസ്സിലും കണ്ടു വന്നതാ. അപ്പൊ ഞാൻ ജനിച്ചിട്ടുണ്ടോ 16 വയസ്സിൽ വന്ന ആളല്ലേ. അപ്പം അത്രയും അറിയില്ല എനിക്ക്. പിന്നെ ഞാൻ ഒരു കുറച്ചായി കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ കാണുന്നത് ഈ സിനിമകളൊക്കെ. അല്ല, നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരാളോടൊപ്പമാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് തൊട്ട്. ഇപ്പം അന്ന് അഭിനയിച്ച വേറെ ഒരുപാട് താരങ്ങളുണ്ട്, പക്ഷേ എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് റഹ്മാനിക്കോട് തന്നെയായിരുന്നു. എനിക്ക് ആളെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ആളുടെ ഒരു അങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസും അങ്ങനത്തെ ഒന്നും അറിയത്തില്ല. പക്ഷെ സിനിമയിൽ കൂടി തോന്നുന്ന ഒരു ഇഷ്ടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതിൽ അതൊരു ഭാഗ്യമായിട്ട് തന്നെ കാണും. ഈ സിനിമയിൽ അത് നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് എത്താൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത് നിൽക്കാൻ പോലും നമ്മൾ കൊതിച്ച. അതെ, തീർച്ചയായിട്ടും കാണാൻ പോലും പറ്റുമെന്ന് വിചാരിച്ച ആളെ അല്ല. കാരണം പിന്നെ അദ്ദേഹം ഇപ്പം ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ട് ജസ്റ്റ് 11 ഇയേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം പിന്നെ മലയാളം അധികം ചെയ്യാതായി. പിന്നെ ഞാൻ കാണാതെ. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓർക്കാറുണ്ടായിരുന്നു, ഇതൊക്കെ എവിടെ പോയേക്കുക, ഇവിടെ എന്താ വരാത്തതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു. വേറെ സിനിമകൾ, വേറെ താരങ്ങളുടെ സിനിമകളൊക്കെ കാണുമ്പം എൻ്റെ മൈൻഡിൽ എപ്പോഴും വരുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അത് പിന്നെ നമ്മൾ വേറെ സിനിമ ചെയ്തപ്പോഴൊക്കെ ആലോചിച്ചായിരുന്നു ഇദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ. പക്ഷെ നമ്മൾ അപ്രോച്ചബിൾ ആണോ, നമുക്ക് അങ്ങനെ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, എങ്ങനെ അപ്രോച്ച് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ അത് സംഭവിച്ചു. കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളെ കണ്ടു. തീർച്ചയായിട്ടും. അതുപോലെ വേറൊരു ആഗ്രഹമുണ്ട്, ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളെ ഇവിടെ കണ്ടു. അതാ ഞാൻ പറഞ്ഞേ, ഏതോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വന്നേക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ എന്തോ ക്ലാസ് കൊടുക്കണ്ടെന്ന് കേട്ടിയ തഗ്ഗോ തഗ്. ഇതൊരു രക്ഷയില്ലാത്ത രീതിക്കാണ് പിടിക്കണം. പക്ഷെ വേറെ ഈ നിങ്ങൾ 3 പേര്, എനിക്ക് മാമനെ നേരത്തെ അറിയാം, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവളാണെന്ന് ഞാൻ പറയും. കാരണം ഒരു അഭിനയ പാഠവും ഇല്ലാതെ, ആരുടെ സപ്പോർട്ടും ഇല്ലാതെ. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ഒരു പ്രൊഡ്യൂസറിന് പണം ഉണ്ടാകാം, പക്ഷെ പണത്തിലല്ലോ കാര്യം. ഒറ്റയ്ക്ക് ആരെയും സപ്പോർട്ട് ഇല്ലാതെ വന്നതാണെന്ന് എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ കണ്ടിരിക്കും. അഭിനയ പാഠമൊന്നും ആരും തന്നിട്ടില്ല. പാഠമല്ല ഏട്ടാ, ആ വാക്ക് തെറ്റാണ്. അഭിനയ പൈതൃകമാണ്. അഭിനയ പാഠം എന്ന് പറയുന്നത് സ്കിൽ ലൈഫ്. അഭിനയ പൈതൃകമില്ലാതെ അല്ല, പണം ഉണ്ടെങ്കിൽ ബിൽ ഗേറ്റ്സിന് അഭിനയിക്കാമല്ലോ. അതെ അതെ, പക്ഷെ അതല്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ എന്നൊരു വാക്കിന് ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും. അല്ല, ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെതായ ഒരു എന്താ പറയുക, ഒരു സ്കിൽ എഫോർട്ടൊക്കെ ഇതിൽ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ, ഇപ്പം ഞാൻ ഈ ഒരു ഏജിൽ എനിക്ക് മക്കളുണ്ട്. അപ്പം പൈസ ഉള്ളതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു നടിയായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പൈസ ഉള്ളവരെല്ലാം വന്ന് ഹീറോയിൻസ് ആയിട്ട് പോകുമായിരുന്നു. അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ആ ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പ്. ഇപ്പം നമ്മളൊരു കൊച്ചുകുട്ടി എന്താ പറയുക എഴുന്നേറ്റ് നടക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെയാണ് ഞാൻ 11 ഇയേഴ്സ് എക്കോ വീപ്പിംഗ് ബോയ് എന്ന് പറഞ്ഞ പടത്തിലൂടെ ചെറിയ ചെറിയ റോളുകൾ ചെയ്ത്, മംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയ റോള് ചെയ്ത്, പിന്നെ പതിയെ 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 ചൂട് വെച്ചാണ് ഞാൻ പിന്നീട് ഈ പറഞ്ഞ സോക്കോൾഡ് എന്താ പറയുക, ഇപ്പം റഹ്മാനിക്ക വരെ എത്തി നിൽക്കുന്നു. ജയറാമേട്ടൻ്റെ ഒപ്പം ഹീറോയിനായി 2 സിനിമയിൽ, പിന്നെ ജോജുവിൻ്റെ ഒപ്പം ഹീറോയിനായി.
മനോജ് കെ ജയനൊപ്പം ഹീറോയിനായി, അനൂപ് മേനോൻ്റെ ഒപ്പം ഹീറോയിനായി. അപ്പം ഈ ഒരു 5 പേരുടെ ഒപ്പമാണ് ഞാൻ ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ ഇൻഡിപെൻഡൻറ്റ് പോലീസ് ക്യാരക്ടേഴ്സും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഞാനിട്ട ഒരു എഫേർട്ട് എന്ന് പറയുന്ന വലുതാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് വലുതാണ്, മറ്റുള്ളവർക്ക് അത് അറിയില്ല. തീർച്ചയായിട്ടും അതൊരു അതുകൊണ്ട് ഞാൻ എന്താ പറയുക, എനിക്ക് ഒരു റിഗ്രറ്റ് ഇല്ല, എനിക്ക് ഗിൽട്ട് ഇല്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും ഞാൻ വർക്ക് ചെയ്തു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആൾക്കാർ പക്ഷെ അതിനെ അവർ പൈസ ഉള്ളതുകൊണ്ട് അഭിനയിക്കണമെന്ന് പറയുന്നവരുണ്ടാവും. അത് കേൾക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ എന്തെങ്കിലും ആവുമായിരുന്നെങ്കിൽ അഭിഷേക് ബച്ചനൊക്കെ സൂപ്പർ സ്റ്റാർ ആവുള്ളൂ. പിന്നെ എന്നെ ഇപ്പം ഒരു സിനിമയിൽ ഇപ്പം ഇത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സിനിമ, അപ്പോൾ ഇതിൽ ഞാൻ ഹീറോയിനായിട്ട് ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ്റെ കൂടെ വൈഫായിട്ട് അഭിനയിക്കുമ്പം എന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ എന്നെ കാസ്റ്റ് ചെയ്യാനായിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പോൾ എന്നിൽ എന്തോ ഒരു അതിന് യോഗ്യതയില്ലെങ്കിൽ എന്നെ വെക്കും, എൻ്റെ പൈസ കണ്ടിട്ട് വെക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അത് എന്താ പറയുക, അത് ആൾക്കാരുടെ ഒരു അറിവില്ലായ്മയാണത്. അതിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് എന്നെ ഇത്രയും വലിയൊരു മനുഷ്യൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ സിനിമ ചെയ്യാൻ മേലെ, അല്ലെങ്കിൽ ഞാൻ വേറെ ഈ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ പോരെ. അതാ പറഞ്ഞത്, അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഞാൻ വന്നെങ്കിൽ ഞാൻ ഇട്ട ഒരു എഫേർട്ട് ഉണ്ടെന്നാ പറഞ്ഞത്. പതിയെ പതിയെ വന്നതാന്നാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ജയറാമേട്ടൻ്റെ ഒപ്പം അഭിനയിച്ചു, അവരെല്ലാവരും ഞാൻ ആ ഒരു ലെവലിലേക്ക്, അതാണ് ഞാൻ പറഞ്ഞത്. അത് കൃത്യമായ മറുപടിയും ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയാണ്. നമ്മൾക്ക് ചെയ്തു വെച്ചിരുന്ന സിനിമകൾ, പണ്ടോട്ടുള്ള ചെയ്തു വെച്ച സിനിമകൾ, സിനിമ മൊത്തം മാറി അല്ലേ? മൊത്തം സിനിമ ഇൻഡസ്ട്രി തന്നെ മാറിയിരിക്കുകയാണ്. ഇപ്പൊ മലയാളത്തിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും പണ്ട് ഒരു ഇന്റർവ്യൂ പോലും ഇല്ല, ആ കാലഘട്ടത്തിലൊന്നുമില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ ഇല്ല. പച്ച മലയാളത്തിൽ ബംഗാളിപ്പടി എന്നൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത്. ബംഗാളിപ്പടി രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പ്രൊമോഷനൊക്കെ ഭാഗമാണ്. അത് സിനിമയോടുള്ള ഇഷ്ടം നമ്മുടെയാണ്. ഈ സിനിമ നമ്മുടെയാണെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പോലും തോന്നുന്നത്. ചെയ്തു വെച്ച കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു അന്നത്തെ കാലത്ത്. എന്നും ഓർത്ത് വെക്കാനുള്ള ഒരു സിനിമ പറഞ്ഞ റഹ്മാനൊക്കെ എന്നും ചേർത്ത് പിടിക്കുന്ന ഒരു സിനിമ ഏതായിരിക്കും? ബാഡ് ബോയ്സ്. പക്ഷെ അതൊരു റിമാർക്കബിൾ പടം തന്നെയാണ് ഇക്കയുടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ കാണാത്തൊരു ഇക്കനെ കണ്ടേക്കുന്ന ഒരു പടം ഈ സിനിമയാണ്. ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങൾ ചെയ്യാൻ തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യൂല. എൻ്റെ നേരത്തെ ചെയ്യുന്ന സിനിമകൾക്കൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും എനിക്ക് ആ കഥാപാത്രവുമായിട്ട് ഇഷ്ടം കൊണ്ടാണ് ഞാൻ ആ പടം ചെയ്യാമെന്ന് സമ്മതിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിന് 1, 2 ഒക്കെ എടുത്ത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മിക്ക എല്ലാ സിനിമകളും ഉണ്ട്. ഒരുപാട് ഇപ്പോൾ ഓർത്ത് വെക്കാൻ വയ്യ എനിക്ക്. എപ്പോഴും ഒരു നായികയുടെ പേര് ഇപ്പം നമ്മുടെ കൂടെ അഭിനയിച്ചു, എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ചോദിക്കുമ്പോൾ ഒത്തിരി ആളുകൾ പുള്ളി എപ്പോഴും പറയുന്ന ഒരു സിനിമയിൽ 2 സിനിമകൾ ഒരുമിച്ച് ഉർവശിയായിരിക്കും എൻ്റെ നായിക. അഭിനയത്തിൽ നിന്ന് എടുത്ത് പറയും. അങ്ങനെ അഭിനയത്തിൽ നമ്മുടെ ഈ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തും പഴയ കാലത്ത് ഒരു നായികയുടെ പേര് പറയാൻ ആരെ പറയാൻ പറ്റും? റോഹിണി. അഭിനയത്തിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തു വെച്ചൊരു സിനിമകളല്ലേ? കാരണം റോഹിണി ഞാനും അഫ്കോഴ്സ് ശോഭനായിട്ട് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും റോഹിണി ഞാൻ നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു. മീൻസ് ക്യാമറയുടെ മുമ്പിൽ പെട്ടെന്ന് ചില സ്പോണ്ടാനിറ്റി, ചില ആക്ടേഴ്സിന് തമ്മിൽ എന്തെങ്കിലും പെട്ടെന്ന് മാറ്റി ചെയ്യുമ്പോഴും അത് കണ്ട് റിയാക്ട് ചെയ്യാനും അതിനനുസരിച്ച് ഒത്തുപോകുമ്പോഴും അത് ടേക്ക് ഒന്നും തെറ്റിക്കാണ്ട് ചെയ്യുന്നതൊക്കെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു എനിക്കും റോഹിണിക്കും. പ്രത്യേകിച്ച് ഞങ്ങൾ ചെയ്യുന്ന ഡാൻസിലാവട്ടെ, ചില സീനുകൾ എൻ്റെ മൈൻഡ് മനസ്സിലാക്കും. ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന സീൻ ഇങ്ങനെ ഒരു ലവ് സീൻ ആയിരിക്കും, പക്ഷെ ഞാൻ പെട്ടെന്ന് മടിയിൽ കയറിയൊക്കെ ഇരിക്കും തല വെച്ചിട്ടൊക്കെ. അത് ഒരിക്കലും ഡയറക്ടറും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ. പക്ഷെ അത് ഇതെന്താ എന്ന് ചോദിച്ചിട്ടില്ല, അതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് ഫ്ലോയിൽ പോകും. പക്ഷെ ചില ആർട്ടിസ്റ്റിനടുത്ത് ഞാനത് ചെയ്യുമ്പോൾ മൻസ് കട്ട് എന്നൊക്കെ പറയും. ആ ഒരു കെമിസ്ട്രി എനിക്കും റോഹിണിക്കും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വിജയവും സിനിമകൾ കാണാനുണ്ടായിരുന്നു അല്ലെ? അതിന്റെ ഒരു വിജയം സിനിമകൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. കാരണം അതൊരു ആർട്ടിസ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ ചെയ്യുമ്പോഴൊക്കെ ഇപ്പം ബിബിനായിട്ട് ചെയ്യുമ്പോഴും ഇപ്പോൾ ബിബിന് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കെമിസ്ട്രി ബിബിന് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അതിന് റിപ്ലൈ ചെയ്യും ആ ഷോട്ടിൽ തന്നെ. ഇംപ്രവൈസേഷൻ, സ്പോട്ട് ഇംപ്രവൈസേഷൻ ഇതിൻ്റെ ഉപരി ക്യാമറയുടെ മുമ്പിൽ. സോ അതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങളുടെ ഹീറോയിന്റെ കാര്യത്തിൽ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. തീർച്ചയായിട്ടും അതൊന്നും അറിയണമെന്നുണ്ടായിരുന്നു. ഇനി ഈ ബാഡ് ബോയ്സുമായിട്ട് അറിയട്ടെ, നമ്മുടെ ഹീറോയിനുമായിട്ട് അറിയട്ടെ. ആ കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഗംഭീര കെമിസ്ട്രി അല്ലേ? ഗംഭീരമാണ്. ഞാൻ പാട്ട് കണ്ടു, അടിപൊളിയാണ് അല്ലേ? അടിപൊളി.
ഹൈദർക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ അല്ലേ കണ്ട ആളാണ്. ഹൈദർക്കൊക്കെ എന്താണ് തോന്നുന്നത്? അല്ല ഞാൻ എന്തോ ചർച്ച അല്ല പനിയായിരുന്നു ഡാൻസിന്റെ സമയത്ത് അയ്യോ അത് പറയാതെ വയ്യ കേട്ടോ. അതായത് അത് പറയാതെ വയ്യ. ആ മാപ്പിള പാട്ട് പാര വെച്ചെന്നാരോ ഞാൻ ഫുൾ പനിയാണ്. അതാ ആ പാട്ടിൽ എന്നെ അധികം കാണാത്തത്. എന്റെ ഡാൻസ് ഒക്കെ ഇല്ലാണ്ടായി പോയത്. കാരണം അന്ന് ഭയങ്കര പനിയാ, നല്ല പനിയാ. പക്ഷെ എന്ത് ചെയ്യാനും പടം തീർത്തേ പറ്റൂ. നൈറ്റ് ഷൂട്ടിംഗ് ആയിരുന്നു. എന്റെ സംശയം, കാരണം അതിൽ ഡാൻസ് ചെയ്യുന്നത് ഈ സിൻഡപ്പിനും അലോഷും ഒക്കെയാണ്. ഇവരെന്തോ എനിക്ക് കലക്കി തന്നിട്ടുണ്ടെന്നുള്ള ചെയ്തിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. അതിൽ ഒരു പോർഷൻ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പഠിപ്പിച്ച് എൻ്റെ പോർഷൻ ഫീമെയിൽ പോർഷനൊക്കെ ഞാൻ ഡാൻസ് എല്ലാം ഫുള്ളും അരമണിക്കൂർ കൊണ്ട് പഠിച്ചു ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പം റഹ്മാനിക്കയുടെ പോർഷൻ മറ്റേ എന്നിട്ടല്ല ഷോട്ടിന്റെ ഇടയിൽ ഇവര് ഭയങ്കര കെയർഫുൾ. അപ്പൊ ഞാൻ പോയി ക്യാരവൻ വന്ന് കഴിയുമ്പോ ഇന്ത്യൻ ലൈനും ഒക്കെ പഠിക്കും. അതെ ഞാൻ പഠിച്ചു വെച്ചു ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം പറയാ റഹ്മാനിക്കയ്ക്ക് പനി, അത് വേറെ ഉള്ളവര്. അപ്പൊ മറ്റവരെ കൊണ്ട് ആ മറ്റേ സാധനം ഇല്ല ഇങ്ങനെ ചെയ്യണേ, അത് അവര് ചെയ്ത്. അപ്പൊ എന്റേതും കുറെ കുറഞ്ഞു. കാര്യം സ്നേഹം കാണിക്കുന്നത് എന്തിലൊക്കെ ഇക്കൊക്കെ പനി കാണില്ല, അയ്യോ ഭയങ്കര പനി, പോയി കിടന്നോ കാരവൻ പോയി റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ച് നോക്കണം. ഇതേപോലെ ഒരു സ്റ്റാറിന്റെ മുമ്പിൽ നമ്മൾ കളിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ സത്യസന്ധ ഇതല്ലല്ലോ, ഇത് തമാശ പറഞ്ഞാണ്. കുറച്ച് സത്യമുണ്ട്. എന്റെ പൊന്നിക്ക ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലെ ആളുകൾ അറിയാൻ പറഞ്ഞില്ല, എന്റെ അടുത്ത് പൊങ്കാല എടുക്കണം. അയ്യോ തമാശ അല്ല, പനിയായിരുന്നു ഭയങ്കര. പനിയൊക്കെ ഞാൻ മറ്റേ ചായ കളിക്കുന്നൊക്കെ പറഞ്ഞു. അല്ല പഠിച്ച പോർഷൻസ് ഒക്കെ പിന്നെ ചെയ്തില്ല, ചെയ്യാൻ പറ്റില്ല. ഇല്ല ഒട്ടും വയ്യായിരുന്നു നിങ്ങക്ക്. അത് സത്യസന്ധമായ കാര്യമാണ്. അല്ല ഇക്ക അതിന് നമുക്കൊരു സ്പേസ് തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അല്ല എന്റെ എവിടെയോ എന്റെ കിളി പോയി എന്തോ പറഞ്ഞിട്ട്. അല്ല അത് എനിക്ക് ഇവരൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ ഉമ്മറിനെ നേരത്തെ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് സത്യമാണ്. ഇക്ക എന്നെ ഫോക്കസ് ചെയ്യേണ്ട ഇവരെല്ലാരും ഫോക്കസ് ഡാൻസ് ചെയ്യിപ്പിക്കുന്നു പറഞ്ഞു. എനിക്കത് അതായത് ഇക്കനെ പോലൊരു ഡാൻസറിന്റെ മുമ്പിൽ ഒന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ വന്ന തന്നെ വലിയ കാര്യം, അതില് നമ്മൾ അഭിനയിക്കുന്ന വലിയ കാര്യം, അതിൽ ഇതുപോലെ ഒരു ഡാൻസ് ഒക്കെ അത് ഇക്കനെ പോലെ ഒരാളുടെ മുമ്പിൽ കളിക്കാന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഷോട്ട് വെച്ചപ്പോഴേ എനിക്ക് ഭയങ്കര പാനിക്കായിരുന്നു ഞാൻ. കാരണം അത് എങ്ങനെ ചെയ്യും, നമുക്കൊരു പേടി ഉണ്ടാവും, ഇൻഹിബിഷൻ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവര് തന്ന പ്രോത്സാഹനം കൊണ്ട് തന്നെയാണ് അതെല്ലാം നടന്നത്. പക്ഷെ അത് നന്നായി ചെയ്തിട്ടുമുണ്ട്. ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഞാനിങ്ങനെ കാണുമ്പോ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ പാട്ടിലെ കമന്റുകൾ വായിച്ചാലും അറിയാം കേട്ടോ ഇതിന് വേണ്ടിയുള്ള കമന്റുകൾ. അപ്പൊ ഇന്നലെ തമാശകൾ ഇവൻ കൂലിക്കാളെ വെച്ചേക്കാന്നൊക്കെ പറഞ്ഞു. ഒന്നും കൂലിക്കെട്ടാണല്ലാതെ എനിക്ക് മനസ്സിലായി. ഇന്നലെ രാത്രി കുറച്ച് കമന്റ് വായിച്ചു. അല്ല ഇത് എനിക്കിട്ട് എപ്പോഴും ഇങ്ങനെ പാര കിട്ടുന്നേ. ഇക്കയില്ലേ, ഇക്ക എല്ലാ കാര്യങ്ങളും കോമഡി ആയിട്ട് പറയണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളവിടെ സ്പോട്ടിൽ ഒരുപാട് ഇംപ്രൂവൈസേഷൻ നടക്കും. അപ്പൊ ഞാൻ ഇടക്ക് ഇങ്ങനെ പറയലുണ്ട്, ഇക്ക തമാശ ഞാൻ പറയണത് ഇക്ക പറയലുണ്ട്. ഞാൻ കൂടുതൽ സെന്തിലും ഇക്കൊക്കെയാണ് ഞാൻ ഇടക്ക് പറയണത്. ഇക്ക അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡബിങ് കഴിച്ചിട്ട് ഇക്ക എന്നെ വിളിച്ചേക്കും കേട്ടോ, എടാ നീ എന്നെ കൊണ്ടുള്ള തമാശയൊക്കെ പറയിച്ചിട്ട് എന്നെ കോമാളിയാക്കിയിട്ട് നീ അധികം മിണ്ടിയിട്ട് ഹീറോ കളിച്ച് നിൽക്കുവാണ്. ഞാൻ പറഞ്ഞു ഇക്ക ഞാൻ ഇക്കൊക്കെ നല്ല ചെയ്തോളൂ, ഇത് എന്തിനാണ് എന്നെ ഇങ്ങനെ പറയണത്. എന്നിട്ട് അപ്പൊ തന്നെ പറയും, എടാ തമാശ പറഞ്ഞ കുട്ട നന്നായിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞ് നമ്മൾ അങ്ങനെ സ്നേഹിച്ചോളെ എന്ത് ചെയ്യാൻ പറ്റും. ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് ലൊക്കേഷനൊക്കെ കാണുമ്പോഴും സമയത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്ര ഒരു കഥ ഒന്ന് പറയുന്നു, നമ്മുടെ അവരൊക്കെ കൂടി കഥ പറയുമ്പോൾ ആദ്യം ഈ സിനിമ ചെയ്യാം എന്നൊരു തീരുമാനത്തിലെത്തുന്നു. എന്തായിരിക്കും അതിനൊരു കാരണം? ആർക്കും ആഗ്രഹമില്ലാത്ത ഇങ്ങനെ ഒരു സബ്ജക്റ്റോ ക്യാരക്ടറോ വന്നു കഴിഞ്ഞാൽ ചെയ്യാണ്ടിരിക്കാൻ പറ്റുക. അതുപോലെയാണ് എനിക്കുണ്ടായിരുന്നത് ഒരുപാട്. പക്ഷെ എനിക്ക് ഇത്തരം ഓഫറുകൾ വരുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ഉമ്മർ എൻ്റെ അടുത്ത് വന്നിങ്ങനെ കഥ പറഞ്ഞപ്പോൾ ആദ്യത്തിൽ തന്നെ ഞാൻ കേട്ട് സാറിൻ്റെയായിരുന്നു കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോരുത്തരുടെ വോയിസിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊട്ടിച്ചിരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ചെയ്യാനൊരു പേടി, കാരണം ഇങ്ങനെ ഒരു ജോണർ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് പോലും വിശ്വാസമില്ല. സോ പക്ഷെ തന്ന ധൈര്യം ഉമറാണ്. അത് ഹാറ്റ്സ് ഓഫ് ടു ഹിം. അത് ട്രൈ ചെയ്യും, നമുക്ക് നോക്കാം, ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് തുടങ്ങിയത്. സോ പിന്നെ ഏബ്രഹാം സാർ, ഇതിൻ്റെ പ്രൊഡ്യൂസർ ഷീൽ മാമിൻ്റെ ഹസ്ബൻഡ് ഏബ്രഹാം സാറായിട്ട് ഇരുന്നപ്പോഴും പുള്ളി എനിക്ക് ഉറപ്പ് തന്നു, നമുക്കിത് ഓണത്തിന് ഇറക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കും വേണമായിരുന്നു. പക്ഷേ ഈ ഉറപ്പ് തന്ന ഇവർ രണ്ടുപേരാണ്.
ഒന്ന് അഭിനയിപ്പിക്കാനും പിന്നെ ഈ പടം ഓണത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉറപ്പ് തന്നത്. അത് രണ്ടുപേരും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ റഹ്മാൻക്കായാണ് നായകൻ എന്നുള്ളത് ആദ്യം സബ്ജക്റ്റിൽ തന്നെ വരുന്നുണ്ടായിരുന്നു. ആദ്യം വന്നിരുന്നത് ഇല്ല, എന്റെ അടുത്ത് തന്നെയാണ് അപ്രോച്ച് ചെയ്തത്. ആദ്യം ഒരു 1 ലൈൻ പറയാൻ വേണ്ടിയിട്ട് സാരംഗോമറുടെ അപ്പോഴേ പറഞ്ഞത് റഹ്മാനിക്കയുടെ പേര് തന്നെ. പിന്നെ അവിടെ വേറൊരു ചോയ്സ് അവിടെ നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു റഹ്മാനിക്കയുടെ. പിന്നെ ബാക്കി ഒരുപാട് കാസ്റ്റിംഗ് ഒത്തിരി പേരുണ്ടല്ലോ. പിന്നെ തീരുമാനം വന്നപ്പോൾ ഒരുപാട് പേര് വന്നു, അങ്ങനെ ജോയിൻ ചെയ്തു. ബാബുചേട്ടന്റെ പേര് അന്ന് തന്നെ വന്നായിരുന്നു. ബാബുചേട്ടന്റെ കാസ്റ്റിംഗ് എടുത്ത് പറയേണ്ടതാണ്. ഈ സിനിമയുടെ ഒരു ഏരിയയിൽ അങ്ങോട്ട് ഭയങ്കരമായ ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നത്, ഈ സിനിമയുടെ ടേണിംഗ് പോയിന്റ്, ക്ലൈമാക്സിലുള്ള കാര്യങ്ങളൊക്കെ ബാബുചേട്ടൻ വഴിയാണ്. അത് ചേട്ടൻ അത് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് സത്യത്തില്, അല്ലെ? സീരിയസ്ലി അത് കിട്ടുകയും ചെയ്തിരുന്നു. അതെ, അവരെന്നെ ഇങ്ങനെ വിളിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ചെയ്യാം. ഞാൻ പറയാം, നമ്മളൊരു പടം പവർ സ്റ്റാർ എന്ന സംഭവം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലോ, ഹീറോ ലെവലിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്ന് വിചാരിച്ച് ഞാനൊന്ന് ചെറിയൊരു മടി പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ റഹ്മാനുണ്ട്, പിന്നെ ഒമർ നമ്മുടെ അടുത്ത ആളാണല്ലോ. അപ്പോൾ വളരെ എനിക്ക് പിന്നെ ഞാൻ തിരിച്ച് ഒമറിനോട് നമ്മൾ ചെയ്യുന്നു. പക്ഷെ ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായി പോയിരുന്നു. അതുപോലെ നല്ലൊരു ക്രൂവും നല്ലൊരു ഡയറക്ടർ, നല്ല കാസ്റ്റിങ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ, നല്ല മനോഹരമായ നല്ല 2 പ്രൊഡ്യൂസേഴ്സ്, ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പോൾ അതൊക്കെ ഭയങ്കര, പിന്നെ നല്ല കോസ്റ്റാർസ് എല്ലാവരും വലിയൊരു മിസ്സായിപ്പോയി. ചെയ്തില്ലായിരുന്നു, വലിയൊരു സങ്കടമായിപ്പോയി. ഈ സിനിമയിലേക്ക് വന്ന് ഇപ്പോൾ റഹ്മാൻക്ക പറഞ്ഞ കഥ കേട്ടിയപ്പോൾ ഒരു എലമെന്റ് കിട്ടി, നല്ല കഥ ഒരു ഇത് വന്നു തോന്നും. പക്ഷെ എനിക്കൊന്ന് ബാബുചേട്ടന് ഈ സബ്ജക്ട് കേട്ടിയപ്പോൾ ഈ ഇതിലെ കഥാപാത്ര സിനിമ കണ്ടിട്ട് തീരുമാനിച്ചത്. എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഈ കഥാപാത്രം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കേട്ടിയപ്പോൾ ഞാൻ തന്നെ ചെയ്യണമെന്നൊന്ന് ചിന്തിച്ചോ? ഞാൻ തന്നെ ഇത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ചിന്ത വന്നു. ഞാൻ ആദ്യം റെഫ്യൂസ് ചെയ്തെങ്കിലും പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ. അത് ഒമറിന്റെ കാസ്റ്റിംഗ് അല്ലെങ്കിൽ റഹ്മാനും പറഞ്ഞു, ഒമറിനോട് പറഞ്ഞു അത് ബാബുഖാനെ ചെയ്താലേ ഇത് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് മറ്റുള്ളവർ തരുമ്പോഴും നമുക്ക് ആ ഒരു എനിക്ക് വലിയ വാശിയായിരുന്നു ആ ക്യാരക്ടർ ബാബു തന്നെ ചെയ്യണം എന്നുള്ളത്. കാരണം ഇതിന് ആദ്യം ഒമർ ഞാൻ കഥ പറയുമ്പോൾ കാസ്റ്റ് വേറെ ആയിരുന്നു, ടോട്ടലി വേറെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇവര് 2 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും ഒന്ന് റീഷഫിൾ ചെയ്യാൻ പറഞ്ഞു. ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പൊക്കെയാണ് ഇന്റർവ്യൂ അവിടെ, അല്ലേ? അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അല്ലേ? അതൊക്കെ ഒരു നിമിത്തമാണ് ചേട്ടാ. കാരണം ആ ക്യാരക്ടർ എനിക്ക് വേറെ ആരും ചിന്തിക്കാൻ പറ്റില്ല. ബാബു പ്ലേ ചെയ്ത ക്യാരക്ടർ അത് ബാബു തന്നെ ചെയ്യണം എന്നുള്ളതായിരുന്നു. പിന്നെ ഷീലയുടെ കാര്യത്തിൽ എനിക്ക് ഷീല കണ്ടപ്പോൾ കറക്റ്റ് എനിക്ക് മാച്ച് ചെയ്യാനുള്ള ഒരു എല്ലാ തകതിയുണ്ട് ആസ് എ ഹീറോയിൻ. അതിൻ്റെ ഒരു എന്താ പറയുക, എനിക്കൊന്നും അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ഇറ്റ് വാസ് നൈസ്. പക്ഷെ എനിക്ക് ഷീലനെ മുന്നേ പിന്നെ പരിചയമില്ല, ഞാൻ ഷീലന്റെ സിനിമകൾ കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഫോട്ടോ കണ്ടുള്ളൂ. എന്നിട്ട് ഞാൻ അതിലൊന്നും ഞാൻ ഇന്റർഫിയർ ചെയ്തിട്ടില്ല. ഞങ്ങളെ പറ്റി അറിയില്ലായിരുന്നു, അറിഞ്ഞിരുന്നേ വെക്കൂലായിരുന്നു. എല്ലാം അറിയാമായിരുന്നു. കാരണം ഓരോരുത്തരുടെ വരുന്നുണ്ട്. അല്ല സത്യമായിട്ടും എനിക്ക് തോന്നുന്നു എനിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നോക്കിയാൽ തോന്നുന്നു. എന്നെ ഒന്നും അങ്ങനെ അറിയൊന്നുമില്ലായിരുന്നു. ഇൻഫർമേഷൻ വരുന്നുണ്ടായിരുന്നു. ഞാൻ പറയാം, ആദ്യത്തെ കാസ്റ്റിംഗിൽ ഇവർ 2 പേര് മാത്രം ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ പിന്നീട് വരികയാണ്. എന്റെ കേസിൽ ഒമർ വരുമ്പോ നിങ്ങൾ 2 പേര്, ഒന്ന് റഹ്മാനിക്കയുടെ പേര് ആദ്യം പറയുന്നു, പിന്നെ ബാബുഖാന്റെ ചേട്ടൻ. അപ്പൊ ഞാനപ്പം ഇതിനകത്ത് മെയിൻ വേറൊരു ക്യാരക്ടറാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന മേരി എന്ന് പറയുന്ന കഥാപാത്രം. അപ്പൊ ഞാൻ അവസാനം കഥ കേട്ട് കഴിഞ്ഞപ്പോ ചോദിച്ചു അപ്പൊ ഞാനിതില് എന്നെ കാസ്റ്റ് ചെയ്യുമെന്നോ അതൊന്നും എനിക്കറിയില്ല, സത്യമായിട്ടും പറയുന്നതാണ് കേട്ടോ, എന്റെ മോനാണ് സത്യം. അപ്പൊ ഞാൻ വിചാരിച്ചു മേരി ഒരു വേറെ ഏതെങ്കിലും മലയാളത്തിൽ നിന്നുള്ള ഒരു മുൻനിര ഹീറോയിന് നല്ല റേറ്റിങ്ങിലൊക്കെ നിൽക്കുന്ന ഒരാളായിരുന്നു. ചോദിച്ചു മേരി ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒമർ പറഞ്ഞു അത് ഷീലുവാണ് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു റഹ്മാനിക്കയോട് ചോദിച്ചോ, പറഞ്ഞോ, സംഭവിച്ചോ? അപ്പം സത്യമായിട്ട് പറഞ്ഞു, എൻ്റെ മോനാണ് സത്യം. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അല്ലാതെ ഞാനിപ്പം വേറൊരാളെ ഞാൻ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ചിലപ്പം ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു വേറൊരു ക്യാരക്ടറായിരിക്കും, ഒരു ഇൻഡിപെൻഡന്റ് ക്യാരക്ടറോ അങ്ങനെ എന്തെങ്കിലും. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൽ വേറൊന്നും ഇല്ലതാനും. എന്നിട്ടും ഞാൻ വിചാരിച്ചു ഓക്കെ നല്ല ഒരു സംഭവമാണ്. അപ്പം ഞാൻ എന്നിട്ട് വീണ്ടും ചോദിച്ചു. പിന്നെ വേറെ ഞാൻ ഫോട്ടോ കണ്ടു ഓക്കെ ആക്കി. പക്ഷെ ഞാൻ ചോദിച്ച ഒരു കാര്യമുണ്ട് അവരുടെ അടുത്ത്, അഭിനയിക്കാൻ അറിയോ എന്ന് ഞാൻ അല്ല അങ്ങനെയൊക്കെ അഭിനയിക്കുന്നു അത് പറഞ്ഞു, ചോദിച്ചു എന്ന് പറഞ്ഞു. കാരണം ഈ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഹ്യൂമർ കൈകാര്യം ചെയ്യേണ്ട ഇന്നസെന്റ് ആയ ക്യാരക്ടർ. ഞങ്ങൾ ഈ 4 പൊട്ടന്മാരുടെ വേറെ പൊട്ടത്തി അതിനെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ളതാണ്. അതെ അതെ, അതിന് രണ്ടുപേരുടെ റേഞ്ചിന് 2 തെളിവുകളുണ്ട്. ഞാൻ എന്റെ ഇൻട്രൊഡക്ഷൻ പുള്ളി പറയല്ലേ, എന്റെ ഇൻട്രൊഡക്ഷൻ സീനില് ഒരു വലിയ അബദ്ധം കാണിക്കുന്നുണ്ട്. റഹ്മാന്റെ കൂട്ടത്തിൽ മറ്റേ കൂട്ടത്തിൽ ഒരു ഉഗ്രം മണ്ടത്തരം കാണിക്കുന്നുണ്ട്.
ഒരു കാലത്തിൽ ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ റഹ്മാൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, എനിക്കറിയത്തില്ല എങ്ങനെ ചിട്ടാന്ന് അറിയത്തില്ല. അപ്പൊ തന്നെ ഷീലു ചോദിക്കുന്നുണ്ട്, അത് ആരാന്ന് ചോദിക്കുന്നത്. തിയേറ്ററിൽ വരട്ടെ അല്ലേ? ഈ കാണിച്ചതിൽ വേറൊരു സാധനം കൂടെ അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എക്സ്പ്രഷൻസ് രണ്ടുപേരുടെ. അല്ല ഞാൻ ഷിലുവിന്റെ എല്ലാ സിനിമയും പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൂടിയിട്ടുണ്ട്, തുടക്കം മുതൽ കൂടെ വയ്ക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇന്നുവരെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ തീർത്ത് പറയാം. ഇല്ല ചെയ്തിട്ടില്ല. എന്റെ എല്ലാം ഒരു മസിൽ പിടിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സേ എനിക്ക് വന്നിട്ടുള്ളൂ. അല്ല നമ്മളെല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നില്ലേ? ഞാൻ മാർഗംകളിയിൽ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. എഴുതിയതാണല്ലോ ഹ്യൂമർ, അഭിനയിച്ചത് മാർഗംകളിയിൽ നീ വില്ലനായിട്ടും വില്ലൻ ചെയ്തിട്ടുണ്ട്. ഹീറോയിലായ മാർഗംകളിയില് ഹ്യൂമറാണ്. മാർഗങ്ങളിൽ അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സെന്തിലും സീരിയസ് ആയി ഞാൻ കണ്ടത്. സെന്തില് ആകാശഗംഗ ടൂവില് ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. ഹാൻസംബിൾ പിന്നെ അവർ രണ്ടുപേരും പറയാണ്ട് ആക്ഷൻ കൊച്ച് ബാബു ജൂനിയർ അല്ല എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് അഭിനയിച്ചു സിനിമ. അതിനകത്ത് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് സമയം എടുത്ത് അഭിനയിക്കുക അങ്ങനെ ഒന്നും ഒരു വിഷയമില്ലായിരുന്നു. ഒരു പ്രഷർ കൊടുക്കുന്നില്ലായിരുന്നു. ഹീറോ എന്ന് പറയുന്നത് സപ്പോർട്ടിങ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് അവരെ എന്തുകൊണ്ടാണ് സപ്പോർട്ടിങ് ആക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്? ഹീറോ എന്ന് പറയുന്നത് ഒരു പിരമിഡിന്റെ മുകളിലിരിക്കുന്ന മുകളിലത്തെ ടോപ്പിലിരിക്കുന്ന കല്ലാണ്. ഈ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നവരാണ്. അത് തിരിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാം ഹീറോയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കൊളാപ്സ് ചെയ്യും. ആ ഒരു സംഭവം മനസ്സിലാക്കുന്ന ആക്ടേഴ്സാണ് എപ്പോഴും അങ്ങനെയുള്ള സിനിമകൾ എപ്പോഴും വിജയിക്കും. വൺ മാൻ ഷോ കളിയല്ല. ബാഡ് ബോയ്സ് എന്ന് പറയുന്നത് എല്ലാരും ബാഡ് ബോയ്സ്. അതുകൊണ്ടാണ് ബോയ്സ്, അല്ലാണ്ട് ബാഡ് ബോയ് എന്ന് ഞാൻ മാത്രമല്ല, എല്ലാരും ബാഡ് ബോയ്സ്. ഇഷ്ടമാണ്. ഞാൻ ഹീറോ ആയിട്ട് വന്നപ്പോൾ സിനിമകൾ ചന്ത, കടല്, ദാദ, അതിലൊക്കെ ആൾക്കാരെ നോക്കും. ഇഷ്ടം പോലെ ആൾക്കാർ അവര് പൂണ്ട് വിളയാടുകയാണ്. ക്ലൈമാക്സിലൊക്കെ ഞാൻ എല്ലാവരെയും കൊണ്ട് അടിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ മാത്രം അടിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അല്ല ആലോചിക്കാണ് ഇതും എല്ലാവരും ഇറക്കി വിട്ടിരിക്കുകയാണ്. അതേ സാധനമാണിത്. എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അത് ഇപ്പൊ ബാബുച്ചേട്ടൻ പറഞ്ഞതെന്ന് തന്നെ റഹ്മാൻ ഖാൻ ഒരു കാര്യം, നമ്മളൊക്കെ ഇപ്പൊ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്യാം, നമ്മളെല്ലാ സ്ഥലത്തും പോയി. പക്ഷെ റഹ്മാൻക്ക എന്നൊരു ആളെ ഞങ്ങൾ കാണുന്നത് എങ്ങനെയായിരുന്നു, അതിനൊക്കെ അപ്പുറത്ത് ഞങ്ങളുടെ ഒപ്പം തന്നെ യാത്ര ചെയ്യാൻ, എവിടെ ഇരിക്കാനും ഒപ്പം. എനിക്കത് ഭയങ്കര സ്നേഹമാണെന്ന് കൂടുന്ന ഞങ്ങൾക്കൊക്കെ. നമ്മളൊന്നും അങ്ങനെയല്ലോ. ഒരു ഹീറോ എത്രയോ സിനിമകൾ ചെയ്ത് നമ്മുടെ ഒപ്പം തന്നെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ, നമുക്ക് സന്തോഷം ഉണ്ടല്ലോ, വലുതായിരുന്നു റഹ്മാൻ. അത് ഞാൻ വളർന്ന വിധമായിരിക്കാം. ആദ്യകാലങ്ങളിൽ സിനിമയില് ഒരു സിനിമ ചെയ്തു വരുമ്പോൾ അന്ന് പപ്പേട്ടൻ ഭരതന്റെ കൂടെയൊക്കെ വരികയും നമ്മളൊക്കെ അന്ന് എല്ലാവരും ഒരു ടീം എഫേർട്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചായിരുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പൊ അങ്ങനെ വളർന്ന എന്നാണ് ഞാൻ സത്യത്തിൽ. ഇപ്പോഴും ടൈമിങ് ഇപ്പൊ 8 മണിക്ക് കോൾ ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ 7 മണിക്ക് എത്തിയിരിക്കും. ഇപ്പോഴും പേടിയാണ് ഞാൻ ലേറ്റ് ആവുമോ എന്നുള്ളത്. അതൊക്കെ മേ ബി അന്ന് ആ കാലത്ത് എന്നെ ട്രെയിൻ ചെയ്ത് ഗുരുനാഥന്മാരുണ്ടല്ലോ, പത്മനാഭൻ സാറ്, ജോഷി സാർ, ഐ വി ശശി, ഇവരൊക്കെ ഇങ്ങനെ നമ്മളങ്ങനെ ആയിരുന്നു അന്ന്. പക്ഷെ ഇന്ന് സിനിമ മാറി എന്ന് പറയുന്നു. പക്ഷെ എനിക്കറിയില്ല, എൻ്റെ സെറ്റിൽ എപ്പോഴും മറ്റേ സെറ്റിൽ എനിക്കറിയില്ലോ എന്തൊക്കെ സംഭവിക്കുന്നത്. അല്ല ഇപ്പൊ സിനിമ എങ്ങനെ ആയിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ സെറ്റിലൊക്കെ എല്ലാവരും ഓൺ ടൈമും ഒക്കെ ആണ്. അതെ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം ഈ 50 ദിവസം കൊണ്ട് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ 50 ദിവസം ഉള്ളൂ എന്ന് ചോദിക്കും. പിന്നെ ഇപ്പൊ ബാബു പറഞ്ഞതുപോലെ വലിയൊരു സത്യമാണ്. തമാശ ആണെങ്കിലും ഒരു ഹീറോ വിചാരിച്ചാൽ മതി എല്ലാം ഒന്ന് അങ്ങോട്ടും അല്ലെങ്കിൽ തകടം പറയാം. പക്ഷെ ഞാനത് ചെയ്തിരുന്നെങ്കിൽ, ഞാൻ പതുക്കെ വന്നിട്ടുണ്ടെങ്കിൽ ലേറ്റായി, പിന്നെ ഷോ നടക്കില്ല, അത് നടക്കില്ല, ഇത് നടക്കില്ല, അതൊക്കെ സത്യമാണ്. പക്ഷെ ഈ സിനിമ സംബന്ധിച്ച് അത് എനിക്ക് കൂടി ആവശ്യമാണ്. നല്ലൊരു സിനിമയാണ്, അത് വേണ്ട രീതിയിൽ കൊണ്ട് എത്തിക്കണം. പിന്നെ ഇവരൊക്കെ എനിക്ക് ബ്രദേഴ്സ് പോലെയാണ്. സോ ആ സൗഹൃദം, അത് നമുക്ക് സെറ്റിൽ ആ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്ന തമാശകള് ഒരുപാടുണ്ട്. ചായ അത് കലക്കി കൊടുത്തതൊക്കെ നല്ല തമാശകളായിരുന്നു. ചായ എന്നുള്ള പേരും കിട്ടിയല്ലോ അവിടെ, ചായ എന്നുള്ള. പക്ഷെ സിനിമ സൂപ്പർ ആകട്ടെ. ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു മിനി 2020 തന്നെയാണ്. അത്രയും ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചു. ഇതെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഈ സിനിമ വലിയ വിജയമാകട്ടെ. ഈ സിനിമ ഇപ്പം നമ്മളെല്ലാവരും പറയുന്നുണ്ട്, ഇത് വെറുതെ ഒരു ഫൺ ഫിലിം എന്ന് പറഞ്ഞാൽ കഥയുണ്ടാവില്ല, അതുണ്ടാവില്ല. സത്യത്തില് അതൊന്നല്ല. ഇത് മര്യാദക്കെടുത്തൊരു സിനിമയാണ്. വെറുതെ തമാശക്ക് കെട്ടിക്കൂടി കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് വെച്ച് അഭിനയിപ്പിച്ചതല്ല. ഇതിലൊരു കഥയുണ്ട്, ഡ്രാമയുണ്ട്, സെന്റിമെന്റ്സും ഉണ്ട്, സൗഹൃദങ്ങളുണ്ട്, പ്രണയമുണ്ട്, എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. ഫൈറ്റ്, നല്ല ആക്ഷൻസ്, നല്ല പാട്ടും കലർന്ന് ഒരു ഉത്സവത്തിന് ഇറക്കാൻ പറ്റിയ, ഉത്സവത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും, പലതുണ്ടാവില്ലേ, പല ജയന്റ് വീലും മറ്റേതും ഇതും അതുപോലുള്ള ഒരു സിനിമയാണ്. ഓണത്തിന് മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ ഏതൊരു ഫാമിലിക്കും പുറത്തിറങ്ങി സിനിമ കാണാൻ തോന്നിയാൽ
ഒരു കുടുംബത്തോടെ കൊച്ചു പിള്ളേരായിട്ട് പോവാ തിയേറ്ററിൽ ധൈര്യമായിട്ട്. ഡബിൾ മീനിങ്ങോ അങ്ങനെ ഒന്നുമില്ല. ഒരു സിനിമ, നല്ലൊരു ഫീൽ ഗുഡ് ഫിലിം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റുന്ന ഒരു സിനിമ. തുടക്കം ഒരു ഷൂട്ടിങ്ങിന് ഒരു സ്ട്രെയിനും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് മറ്റു സിനിമകളും നല്ല സിനിമ കേട്ടോ, ഒന്നും ഒരിക്കലും സിനിമകളെല്ലാം അന്ന് ഓണത്തിന് വരുന്ന എല്ലാ സിനിമകളും നല്ല സിനിമയാണ്. ഞാൻ ട്രെയിലറൊക്കെ കണ്ടു. പക്ഷെ നമ്മൾ ഈ സിനിമയ്ക്ക് ഒരു എന്താ പറയാ ഫൺ ഫിലിം, അതായത് ഒരു ഫീൽ ഗുഡ് ഫിലിം, അത്രേ ഉള്ളൂ. ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു ഫിലിം. കാരണം നമ്മളെല്ലാവരും ലൈഫിൽ ടെൻഷനായിട്ട് ഇപ്പോഴത്തെ ചുറ്റുപാടിലൊക്കെ റെസ്പോൺസിബിലിറ്റി കൂട്ടി സ്ട്രെസ് കൂടുന്നു. എല്ലാവർക്കും ഒരു സ്ട്രെസ്സും ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. അന്നൊക്കെ വിട്ടു നിന്ന് ഡിഫറെൻ്റ് ആയിരുന്നു. അല്ലാണ്ട് ആരും ടൈം പാസിനല്ലല്ലോ പോകുന്നത്. അല്ല ഒരിക്കലും അല്ല. ഈ പറഞ്ഞതുപോലെ തുടക്കം കഥ പറയുമ്പോ തൊട്ട് മനസ്സിലുണ്ടായിരുന്ന ഓണം റിലീസ് അതും നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒന്നിനിലാകില്ലാതെ ഓണം റിലീസ് ആദ്യം തുടക്കം മുതൽ അല്ലേ? തുടക്കം മുതൽ ഏതോ ഒരു ശക്തിയുടെ ഒരു അനുഗ്രഹമാണ് അല്ലെ? നമുക്ക് ഓണത്തിന് ചിലപ്പം ബറോസ് കയറി വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് തിയേറ്റേഴ്സ് അത്രയും ഉണ്ടാവണമെന്നില്ല, ബുദ്ധിമുട്ട് വരുമായിരുന്നു. അപ്പം അത് ആ പടം മുന്നോട്ട് മാറിയതും ഒരു വലിയ അനുഗ്രഹം ഈ സിനിമയുടെ ഒപ്പം ഉണ്ട്. അതാണ് ഏറ്റവും വലിയ. പിന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു പിടുത്തം, ഓണത്തിന് ഞങ്ങൾ റിലീസ് ചെയ്യും. അല്ല എല്ലാ സിനിമകളും അല്ല എല്ലാ സിനിമകളും വിജയിക്കണം. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ അവിടെ ഒരു 100 കോടി അടിക്കണം. അത്രയൊക്കെ എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് സിനിമ ആകട്ടെ. നമ്മൾ എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ട സിനിമ, കഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി ആ സിനിമ സൂപ്പർ ഹിറ്റ് ആകുമ്പോൾ നമുക്ക് സന്തോഷമായി. ഇതിന്റെ 100ാം ദിവസമൊക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ സിനിമ എനിക്കും ഏറ്റവും പ്രിയപ്പെട്ട സിനിമ. കാരണം ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒത്തിരി രാത്രിയും പകലും അധ്വാനിച്ച സിനിമയാണ്. ഞാനും ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഈ സിനിമയുടെ 100ാം ദിവസം ആഘോഷമുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ മലയാള സിനിമയിൽ ആക്റ്റീവായിട്ട് നിൽക്കണം. ഈ സിനിമ കഴിയുമ്പോൾ ഇനി നിങ്ങൾ ആക്റ്റീവാണ് റഹ്മാൻക്ക. മണിരത്നം വിളിച്ചടക്കം പോയിട്ട് വരും പുള്ളി. അതിനൊരു പെർമിഷൻ ഞങ്ങൾ തന്നിരിക്കുന്നു. പക്ഷെ ഇനിയുള്ള സിനിമയിൽ റഹ്മാൻക്ക വരുമ്പോ ഇവരൊക്കെ എങ്ങനെ ഉൾപ്പെടുത്തുന്ന ആലോചിച്ച് ചെയ്യുള്ളൂ എനിക്ക് തോന്നുന്നു. ഇവരൊക്കെ അല്ലേ? ഒന്നില്ലെങ്കിലും പുള്ളി കുടിക്കുന്ന ചായ ഒന്ന് നോക്കിയിട്ടേ കുടിക്കുള്ളൂ. പാടാണ്ടിരുന്നാൽ ഞാൻ എടുക്കും. എന്റെ പാട്ടാ പ്രശ്നം. അപ്പൊ ഒത്തിരി സന്തോഷം. താങ്ക് യു. വിഷ് യു ഓൾ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.